വെൽക്കം ബാക്ക്. അൺട്രേസബിൾ ഷെയർ ഹോൾഡേഴ്സ്. അൺട്രേസബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റാത്തത്, നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റാത്തതിനെയാണ് അൺട്രേസബിൾ എന്ന് പറയുന്നത്. അഡ്രസ്സിൽ വന്ന് ചേഞ്ചസ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ടോ ഷെയർ ഹോൾഡറെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ അതിന് നമ്മൾ പറയാം അൺട്രേസബിൾ ഷെയർ ഹോൾഡേഴ്സ്. ഇപ്പോൾ റെഡീമബിൾ പ്രിഫറൻസ് ഷെയറിന്റെ എമൗണ്ട് പേയ്മെന്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ അതർ കറന്റ് ലയബിലിറ്റീസ് എന്ന ഹെഡിൽ ഉൾപ്പെടുത്തണം. Untraceable shareholders. Some shareholders may become untraceable due to change of address or some other reasons. അഡ്രസ്സിലും ഉള്ള മാറ്റം കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ ചില ഷെയർ ഹോൾഡേഴ്സിനെ നമുക്ക് ട്രേസ് ചെയ്യാനായിട്ട് സാധിക്കാതെ വരാം. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു മേക്ക് പേയ്മെന്റ് ടു ദം അറ്റ് ദി ടൈം ഓഫ് റിഡംപ്ഷൻ. പ്രിഫറൻസ് ഷെയർ റെഡീം ചെയ്യുന്ന സമയത്ത് നമുക്ക് അവർക്ക് പേയ്മെന്റ് നടത്താൻ സാധിക്കില്ല. In the journal entry for payment to shareholders, amount due to untraced shareholders should not be included. അവർക്ക് ഡ്യൂ ആയിരിക്കുന്ന എമൗണ്ടിൽ ഈ അൺട്രേസബിൾ ഷെയർ ഹോൾഡേഴ്സിനെ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കില്ല. ദി എമൗണ്ട് ഡ്യൂ ടു ദി അൺട്രേസബിൾ ഷെയർ ഹോൾഡേഴ്സ് ഷുഡ് ബി ഷോൺ ഓൺ ദി ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ അൺട്രേസബിൾ ഷെയർ ഹോൾഡേഴ്സിന്റെ എമൗണ്ട് എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ അതർ കറന്റ് ലയബിലിറ്റീസ് എന്ന ഹെഡിലാണ് കാണിക്കേണ്ടത്.